നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് അനുമതി നൽകി വാരണാസി ജില്ലാ കോടതി. മസ്ജിദിലെ സീൽ ചെയ്ത നിലവറകളിൽ തെക്കുഭാഗത്തുള്ള വ്യാസ്ക തഹ്ഖാന എന്നറിയപ്പെടുന്ന നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുവാദം നൽകിയാണ് വിധി. ഹർജിക്കാരായ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. പൂജയ്ക്കായുള്ള ക്രമീകരണങ്ങൾ 7 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് പ്രാർത്ഥന നടത്തേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. മസ്ജിദിൽ പൂജയ്ക്ക് അനുവാദം നൽകണമെന്ന് നേരത്തെ ഹിന്ദു വിശ്വാസികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇവരുടെ ഹർജികളാണ് കോടതി പരിഗണിച്ചത്. ചരിത്രപരമായ വിധിയാണിതെന്നും കേസിലെ നിർണായക വഴിത്തിരിവാണെന്നും ഹിന്ദു വിഭാഗക്കാരുടെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പ്രതികരിച്ചു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരികൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ പൂജകൾ നടത്തണം. ഈ നിയമയുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുമെന്നും ഗ്യാൻവാപ്പി പരിസരം ഏതു വ്യക്തിക്കും സന്ദർശിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻവാപ്പി മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് VHP അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ആവശ്യമുന്നയിച്ചിരുന്നു. മസ്ജിദിലെ വുദുഖാനയിൽ കണ്ടെത്തിയ നിർമ്മിതി ശിവലിംഗമാണെന്നും അതിൽ സേവപൂജ നടത്താൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. 2022 മെയ് മാസത്തിലാണ് വാരണാസി പ്രാദേശിക കോടതി പള്ളിയുടെ ഒരു വീഡിയോഗ്രാഫിക് സർവേ നടത്താൻ അനുമതി നൽകിയത്. കോടതി അനുമതിയെ തുടർന്ന് ആഗസ്റ്റ് 4-ന് സർവേ ആരംഭിച്ചു. പലതവണ കാലാവധി നീട്ടിവാങ്ങിയ ശേഷം ഡിസംബർ 18-ന് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രസ്തുത രഹസ്യ റിപ്പോർട്ട് കക്ഷികൾക്ക് ലഭ്യമാക്കാൻ കോടതി അനുവദിച്ചത്. ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി VHPയുടെ രംഗപ്രവേശം. അതിനിടെ ഈ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ഹർജികളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജികൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഹിന്ദു ക്ഷേത്രം തകർത്താണോ 17-ാം നൂറ്റാണ്ടിൽ മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ 2023 ജൂലൈ 21-നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയത്. ഇതിനെ ചോദ്യം ചെയ്ത് അഞ്ചുമൻ ഇന്തിസാമിയ മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. സുപ്രീം കോടതിയിലും ഹർജി എത്തിയെങ്കിലും അവിടെയും സമാന രീതി തുടർന്നു. ഗ്യാൻവാപ്പി പള്ളിക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ പുരാവസ്തു വകുപ്പ് സർവേ നടത്തട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് വിധിച്ചത്. ഡിസംബർ 18-ന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് ASI റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഗ്യാൻവാപ്പി പള്ളി നിർമ്മിക്കുന്നതിന് മുൻപ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് ASI റിപ്പോർട്ട് നൽകിയത്. പള്ളി നിർമ്മാണത്തിന് നേരെയുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗ്യാൻവാപ്പിയിൽ പൂജ നടത്താൻ വാരണാസി കോടതി അനുമതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു വർഗീയ കലാപം രാജ്യത്ത് ഉടലെടുക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചരിത്രത്തെ തുടച്ചു നീക്കി അവിടെ തീവ്ര ഹിന്ദുത്വം സ്ഥാപിക്കാനുള്ള BJP സർക്കാരിന്റെ ശ്രമം കോടതി വിധികളിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലങ്ങളിലായി ഒരു പ്രത്യേകതരം മതവിഭാഗക്കാർക്ക് വേണ്ടി മാത്രമായി വിധി പ്രസ്താവിക്കുന്ന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് കോടതി മുറികൾ. സത്യത്തിൽ BJPയുടെ അടിമകളായി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിമാർ മാറി എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ ബാബരി മസ്ജിദിന്റെ സ്ഥാനത്തേക്ക് ഗ്യാൻവാപ്പി കൂടി എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.